നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ പ്രമുഖ ആയുർവേദ പൊതുമേഖലാ സ്ഥാപനമായ തൃശൂർ ഔഷധിയിൽ നടന്നത് കോടികളുടെ ആസൂത്രിത സാമ്പത്തിക അട്ടിമറിയെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ നിർണായക രേഖകൾ പുറത്തുവന്നു. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി 34 കോടിയുടെ നിർമ്മാണ കരാറുകൾ നൽകിയതിലും സാമ്പത്തിക വർഷ അവസാനം 23 കോടിയുടെ വ്യാജ അക്കൗണ്ടിംഗ് തിരിമറി നടത്തി വിറ്റുവരവ് ഉയർത്തിക്കാട്ടിയതിനും പിന്നാലെയാണ് ഡീലർ വിതരണ ശൃംഖലയെയും വെട്ടിപ്പ് നടത്തി തകർത്തതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. സംസ്ഥാനത്തെ 993ഓളം വരുന്ന ഡീലർമാർ വഴി പ്രതിവർഷം 15 മുതൽ 16 കോടി രൂപയുടെ മരുന്ന് വിൽപ്പനയാണ് ഔഷധി നടത്തിവരുന്നത്. ഔഷധിയുടെ ഡീലർഷിപ്പ് വ്യവസ്ഥകളിലെ 15ാം നിബന്ധന പ്രകാരം മരുന്ന് വാങ്ങുന്നതിന് മുൻപോ വിതരണം ചെയ്യുന്ന സമയത്തോ തുക പൂർണ്ണമായും നൽകണം. എന്നാൽ ഈ കടുത്ത നിബന്ധനകൾ കാറ്റിൽ പറത്തി മുൻ MD വൻതോതിൽ വഴിവിട്ട ക്രെഡിറ്റ് സൗകര്യം ചിലർക്ക് യഥേഷ്ടം അനുവദിച്ചു കൊടുക്കുകയായിരുന്നു. ഡീലർമാർക്ക് വഴിവിട്ട് ക്രെഡിറ്റ് അനുവദിക്കുന്നത് പതിവായതോടെ 26/3/2022 ചേർന്ന ബോർഡ് യോഗത്തിൽ പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ വാങ്ങിക്കൊണ്ട് പരമാവധി 30 ദിവസത്തേക്ക് മാത്രം ക്രെഡിറ്റ് നൽകാമെന്ന് ഭരണസമിതി തീരുമാനിച്ചിരുന്നു. എന്നാൽ ബോർഡിന്റെ ഈ നിർണായക തീരുമാനം സർക്കുലറായോ ഔദ്യോഗിക കത്തുകളായോ സംസ്ഥാനത്തെ 993 ഡീലർമാരെ ബോധ്യപ്പെടുത്താൻ MD തയ്യാറായില്ല. മണ്ണുത്തി നേർക്കാഴ്ച അസോസിയേഷൻ ഭാരവാഹി PB സതീഷ് 6/3/2026 നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് 7/4/2026 ലഭിച്ച മറുപടിയിലാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തുവന്നത്. ഡീലർമാരിൽ നിന്നും പിരിഞ്ഞു കിട്ടാനുള്ള കുടിശ്ശിക തുക മാത്രം 5.52 കോടി രൂപയാണെന്ന് ഔഷധി വെളിപ്പെടുത്തി. മാസങ്ങളോളം പഴക്കമുള്ള ഈ കോടികളുടെ കുടിശ്ശികയ്ക്ക് ഈടായി യാതൊരുവിധ പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളും കമ്പനി കൈപ്പറ്റിയിട്ടില്ല എന്ന വിവരവും ഇതിലൂടെ വ്യക്തമായി. കമ്പനിക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന 5.52 കോടിയുടെ ഈ കുടിശ്ശിക വിവരം MD ഡോക്ടർ TK ഹൃദീക ബോർഡിനെയോ സംസ്ഥാന സർക്കാരിനെയോ അറിയിക്കാതെ പൂർണ്ണമായും ഒളിച്ചുവെക്കുകയായിരുന്നു. ഡീലർമാർക്ക് നൽകിയ ലക്ഷങ്ങളുടെ അനർഹമായ ആനുകൂല്യങ്ങളും തിരിമറികളും മറച്ചുവെക്കാൻ ബോർഡിൽ പ്രതിനിധികളായ ധനകാര്യ അഡീഷണൽ സെക്രട്ടറി VS പ്രീത, സംസ്ഥാന ആയുർവേദ ഡയറക്ടർ ഡോക്ടർ KS പ്രിയ, ആയുഷ് ജോയിന്റ് സെക്രട്ടറി സീമ S തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരും യാതൊരു താല്പര്യവും കാണിച്ചില്ല എന്നതും ഗുരുതര ആരോപണമായി ഉയരുന്നു. അനർഹമായ സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകിയിട്ടും ഔഷധിയുടെ ഡീലർ വിപണിയിലെ തകർച്ച തുടരുകയാണ്. 2021-22 സാമ്പത്തിക വർഷത്തിൽ 21 കോടി രൂപയായിരുന്ന ഡീലർ വിൽപ്പന 2025-26 ആയപ്പോഴേക്കും കേവലം 15 കോടി രൂപയായി കുത്തനെ ഇടിഞ്ഞു. പൊതുമേഖലാ സ്ഥാപനത്തിന്റെ വിപണി സാന്നിധ്യം നാഗാർജുന, കോട്ടയ്ക്കൽ, വൈദ്യരത്നം തുടങ്ങിയ സ്വകാര്യ കമ്പനികൾക്ക് മുന്നിൽ പണയം വെച്ച് തകർക്കുകയായിരുന്നുവെന്ന ആക്ഷേപമാണ് ഇതോടെ ശക്തമാകുന്നത്. ഔഷധിയിൽ നടപ്പിലാക്കിയ ഇത്തരം ഭീമമായ സാമ്പത്തിക അട്ടിമറികൾ മാധ്യമങ്ങളോ പൊതുസമൂഹമോ അറിയാതിരിക്കാൻ MD കോടികളുടെ പൊതുപണം ധൂർത്തടിച്ചതായി യൂണിയൻ പ്രതിനിധികൾ പറയുന്നു. മുൻവർഷങ്ങളിൽ വാർത്താ ചാനലുകൾക്കും പത്രങ്ങൾക്കും അനാവശ്യമായി കോടികളുടെ പരസ്യങ്ങൾ നൽകിയാണ് മാധ്യമങ്ങളെ നിശബ്ദരാക്കിയത്. ഇതിനു പുറമെ ചെയർമാൻ, ആരോഗ്യമന്ത്രി എന്നിവരുടെ പടുകൂറ്റൻ ബോർഡുകളും ഫ്ലെക്സുകളും ഒക്കെ സംസ്ഥാനം വ്യാപകമായി സ്ഥാപിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് പാഴാക്കിയത്. അഴിമതി അന്വേഷണം ഊർജിതമാകുമ്പോൾ തങ്ങൾക്കെതിരായ തെളിവുകൾ നശിപ്പിക്കാനും വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കാനും ഉദ്യോഗസ്ഥ തലത്തിൽ സജീവ നീക്കങ്ങളും നടക്കുന്നുണ്ട്.